കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം ഷാജഹാൻ പുറത്തേക്ക് വരുന്നു. മാധ്യമങ്ങളോട് എന്തെങ്കിലും രേഖകൾ വീണ്ടും ചോദിച്ചിട്ടുണ്ടോ? കൂടുതൽ രേഖകൾ ചോദിച്ചിട്ടുണ്ടോ? ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ എന്തെങ്കിലും വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറഞ്ഞതിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പറഞ്ഞതിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? വീഡിയോന്റെ കാര്യത്തിൽ സിബി ജോസഫ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സിബി, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് പോലീസിന്റെ നടപടികൾ? വലിയ പ്രതിഷേധം ഷാജഹാനെതിരെ ഉയരുന്നുണ്ടല്ലോ. CPM-കാരാണോ? ധന്യ, ഇപ്പോൾ ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷന് മുൻപാകെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ CPM-ഉം ഇവിടെ പ്രതിഷേധിക്കുന്നത്. അല്പസമയം മുമ്പാണ് KM ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്നിപ്പോൾ ഷാജഹാൻ മടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരുന്നു ഷാജഹാൻ ഇവിടെ എത്തിയത്. പിന്നീട് ഏകദേശം 5.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ KM ഷാജഹാൻ ഇപ്പോൾ അല്പസമയം മുമ്പ് മടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഉള്ളൂരിലെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ നിന്നും ഓട്ടോറിക്ഷയ്ക്ക് KM ഷാജഹാൻ മടങ്ങുമ്പോൾ പോലീസിന്റെ കൃത്യമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഷാജഹാനെ ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇതിൽ ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ മെമ്മറി കാർഡ്, അതായത് ഈ ഒരു അപവാദ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് അടക്കം ഇവിടെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തു. ഈ മെമ്മറി കാർഡ് ഹാജരാക്കിയ ശേഷം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനിയും ഷാജഹാനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇനിയും ഷാജഹാൻ നോട്ടീസ് നൽകി കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനിയും വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഷാജഹാൻ എത്തിയത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ ഉള്ളൂരിലെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തുകയും അവിടെ നിന്നും ഷാജഹാന്റെ ഐഫോൺ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നില്ല. ആ മെമ്മറി കാർഡ് ഇന്നിപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഷാജഹാൻ ആലുവയിലെ ഈ റൂറൽ സൈബർ പോലീസിൽ എത്തിയപ്പോൾ തന്നെ അത് ഹാജരാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഷാജഹാന്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിന് അടക്കമുള്ള രേഖകൾ അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് മെറ്റയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ആ മെറ്റയുടെ ചില റിപ്പോർട്ടുകൾ കൂടി ലഭിക്കാണ്ട് അതിനുശേഷമായിരിക്കും മറ്റുള്ള നടപടിയിലേക്ക് പോകുക. എന്തായാലും ഇന്നിപ്പോൾ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് നീങ്ങിയില്ല. മറിച്ച് ഷാജഹാൻ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു. ചോദ്യം ചെയ്ത ശേഷം ഷാജഹാൻ പുറത്തേക്ക് വരുമ്പോൾ പ്രതികരിച്ചത് തനിക്ക് പറയാനുള്ള എല്ലാ നിലയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ പറഞ്ഞുവെന്നും ഷാജഹാൻ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ പെട്ടെന്ന് തന്നെ CPM-ന്റെയും DYFI-യുടെയും പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷൻ മുൻപാകെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ പിന്നീട് വലിയ പ്രതിഷേധമായി എത്തുകയും ഷാജഹാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിഷേധത്തിനിടയിൽ പോലീസ് കൃത്യമായി ഷാജഹാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മടക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഷാജഹാൻ മടങ്ങിയിരിക്കുന്നത്. തന്നെയാണ്. ശരി സിബി.